ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഡ്രീം കേക്ക് ആദ്യമായിട്ട് പരീക്ഷിക്കുകയാണ്. അപ്പോൾ പുറത്തുനിന്നൊക്കെ ഞാൻ ഒരിക്കലെന്തോ ഡ്രീം കേക്ക് കഴിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ എക്സാക്ട് ടേസ്റ്റ് എന്താണെന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ആദ്യം ഞാനൊരു കേക്കിൻ്റെ മോൾഡെടുത്ത് ഇതുപോലെ ഓയിലൊക്കെ ഒന്ന് തടവി കുറച്ച് മൈദപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ സ്പ്രെഡാക്കി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. അതിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗൾ എടുത്തിട്ട് അതിലൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിതിന് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, കൈ കൊണ്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടുത്തത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലോട്ട് വേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരപ്പൊടിയില്ല മുഴുവനായിട്ട് ഇതിലിട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ബീറ്റ് ചെയ്തെടുത്തതിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു അരിപ്പ എടുത്തിട്ട് ഇതുപോലെ 1/2 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കൊരു തിക്ക് ബാറ്റർ കിട്ടും. അപ്പോൾ ഇതിലോട്ട് ഒരു 1/4 കപ്പ് പാലൊഴിച്ചിട്ട് ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ മൗൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പാനിലോട്ട് ഒരു 20 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലൊരു കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കാം. അത് ചൂടാവണ്ട ആവശ്യമില്ല. എന്നിട്ട് അതിലോട്ട് ഒരു സ്പൂണ് വാനില എസൻസും ഒരു സ്പൂണ് കോൺഫ്ലവറും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഡാർക്ക് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടും കൂടിയിട്ടാണ്. അതൊരു 25 ഗ്രാമിൻ്റെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ മിക്സായി കിട്ടും. ഇനി ഒന്ന് തിളപ്പിച്ച് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് കുറുകി കിട്ടും. അപ്പോഴത്തേന് നമ്മളുടെ കേക്ക് അവിടെ റെഡി ആയിട്ടുണ്ടാവും നോക്കാം. അങ്ങനെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മാറ്റി വെക്കാം. നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡാർക്ക് കോമ്പൗണ്ട് മിൽക്ക് കോമ്പൗണ്ടിൻ്റെ ഒന്ന് കുറച്ചും കൂടി ഒരു ബൗളിലോട്ട് ഇട്ടിട്ട് ഇതുപോലെ ഡബിൾ ബോയിൽ മെത്തേഡിൽ ഒന്ന് മെൽറ്റാക്കി എടുക്കുക. അപ്പം മെൽറ്റാകുമ്പോൾ ഇതുപോലെ തിക്കായിട്ടായിരിക്കും വരിക. നന്നായിട്ടൊന്ന് നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായി ഇളക്കി കൊടുത്താൽ അങ്ങനെ ലൂസാവും. ഇനി നമ്മളൊരു ബൗളെടുത്ത് അതിലോട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം, 1 ടീസ്പൂൺ വാനില എസൻസ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായി ബീറ്റ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് നേരത്തെ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ടില്ല ജസ്റ്റ് ഒന്ന് ബീറ്റാക്കി എടുക്കുക. നമ്മൾ ചോക്ലേറ്റ് ഗണേഷിന് വേണ്ടിയിട്ട് മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. മേലെ കട്ടി വേണമെന്നുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. എനിക്ക് കുറച്ചൊന്ന് ലൂസാക്കി വേണമെന്നുള്ളത് കൊണ്ട് കുറച്ച് പാൽ കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റാക്കുന്നത്. ഇനി ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ കേക്കിൻ്റെ സ്പഞ്ച് അതിലേക്ക് വെക്കുക. പിന്നെ ഷുഗർ സിറപ്പ് ഒന്ന് എല്ലാവിടെയും ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുക. നമുക്കിത് വീട്ടിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ബോക്സ് ചെയ്യുന്നത്. ഇനി 3rd ലെയർ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് എല്ലാവിടെയും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി 4th ലെയർ നമ്മളുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിൽക്ക് കോമ്പൗണ്ടിൻ്റെ ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ചിട്ട് എല്ലാവിടെയും ആക്കി കൊടുക്കുക. ലാസ്റ്റ് ലെയർ കൊക്കോ പൗഡർ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അങ്ങനെ നമ്മളുടെ
ഹോം മെയ്ഡ് ഡ്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ക്രേവിങ്സിനൊക്കെ കഴിക്കാൻ പറ്റിയ, നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ഇത് ഞാൻ വേറൊരു ബൗളിലും കൂടി ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത പരീക്ഷണമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.